ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കുറേ ചന്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല പഠിപ്പും പിന്നെ കുടുംബത്തിൽ നല്ല പണവും വേണം. അങ്ങനെയാണെങ്കിൽ പറന്നു വരും നല്ല ചെക്കന്മാർ, കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇവിടെ നമ്മളെ കുട്ടിക്ക് ആകെ ഇത്തിരി ചന്തം മാത്രമേ ഉള്ളൂ, ബാക്കി പണവും പഠിത്തവും എല്ലാം കണക്കാ. അല്ല ഇബ്രാഹിം, പൂമുഖ കോലായിൽ നിസ്സഹായനായിരിക്കുന്ന ഉപ്പയോട് ബ്രോക്കർ മൂസാക്ക ഓരോന്നും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് കേട്ട് പൂമുഖത്തിനോട് അടുത്തുള്ള അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു ജാസ്മിൻ. ദിവസേന ഈ ചെറിയ വീടിൻ്റെ പടികടന്നു വരുന്ന പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞാൽ ഇത്തരം ഒരു ചർച്ച പതിവാണിവിടെ. പെൺകുട്ടിയുടെ സൗന്ദര്യം മാത്രം നോക്കി കാണാൻ വരുന്നവർ പോലും പോവാൻ നേരത്ത് കഴുത്തിലും കാതിലും ഇത്തിരി പൊന്നു ചോദിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞാമ്മ ആ ആലോചന വേണ്ടാന്ന് പറയും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നൊന്ത് പ്രസവിച്ച പെൺമക്കൾ 3 നിരന്നു നിൽക്കുമ്പോൾ ആരാണ് ഭർത്താവിൻ്റെ ആദ്യ വിവാഹത്തിലെ മകളെ പൊന്നും പണവും കൊടുത്ത് കെട്ടിക്കാൻ സമ്മതിക്കുക? ആകെ സങ്കടം ഉപ്പയെ ഓർത്ത് മാത്രമാണ്. തനിക്കും കുഞ്ഞാമ്മയ്ക്കും ഇടയിൽ ഒരുങ്ങുന്നത് ആ പാവമാണ്. തടിക്കച്ചവടക്കാരനായിരുന്നു ഉപ്പ. പ്രസവത്തോടെ ഉമ്മ മരിച്ച എന്നെ നോക്കാൻ കൂടി വേണ്ടിയാണ് ഉപ്പ 2ാമതൊരു വിവാഹം കഴിച്ചതെങ്കിലും തൻ്റെ ജീവിതം എല്ലാ കഥകളിലെയും പോലെ രണ്ടാനമ്മപ്പോര് നിറഞ്ഞത് തന്നെയായിരുന്നു. തൻ്റെ 3 അനിയത്തിമാർക്കും കുഞ്ഞാമ്മയെപ്പോലെ തന്നെ ഇഷ്ടമല്ല. എല്ലാ സങ്കടങ്ങളിൽ നിന്നുമുള്ള രക്ഷയായി ഏകയുള്ള പ്രതീക്ഷ കല്യാണമാണ്. തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ തൻ്റെ പുരുഷനായി വരുമെന്ന പ്രതീക്ഷ. നിക്കാഹിൻ്റെ തിരക്കുകൾ ഒഴിഞ്ഞ് ആളും ബഹളവും നിലച്ച ആ വലിയ വീടിനുള്ളിലെ മുറിയിൽ കൂട്ടിന് ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പടച്ചവനോട് പോലും പരിഭവം പറയാൻ പറ്റാത്ത വിധം തളർന്നു പോയിരുന്നു ജാസ്മിൻ. തൻ്റെ ഇനിയുള്ള ജീവിതത്തെപ്പറ്റിയൊന്ന് വെറുതെ ആലോചിക്കാൻ പോലും അശക്തയായിരുന്നവൾ. എന്നും എപ്പോഴും മറ്റുള്ളവരുടെ കനിവിലും ദയയിലും ജീവിച്ചവൾക്ക് സ്വപ്നങ്ങൾ കാണാൻ എന്താണ് അർഹത? തൻ്റെ എല്ലാ സങ്കടങ്ങളും ഈ നിക്കാഹോടെ വർദ്ധിക്കുകയാണല്ലോ ചെയ്തത് എന്ന ചിന്തയിൽ അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു. ആ തേങ്ങലും കണ്ണുനീരും കണ്ടുകൊണ്ടാണ് അമീൻ അവിടേക്ക് വന്നത്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ഉള്ളിലൊരു നൊമ്പരം സൃഷ്ടിച്ചെങ്കിലും അവനത് ഭാവിക്കാതെ അവൾക്കരികിലിരുന്നു. അവൻ അരികിലിരുന്നതും ജാസ്മിൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവനെ നോക്കി. തികച്ചും അപരിചിതനായ താൻ അരികിലിരുന്നിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരിക്കുന്നവളെ അമീൻ അത്ഭുതത്തോടെ ഒന്ന് നോക്കിപ്പോയി. മഹർ കഴുത്തിലിടും നേരം ഒരു മിന്നായം പോലെ താൻ കണ്ടതേയുള്ളൂ അവളുടെ മുഖം. അവൾ അന്നേരവും തന്നെ നോക്കാതെ തല കുനിച്ചു നിൽക്കുകയായിരുന്നു. അവളുടെ ഇരട്ടിയോളം പ്രായമുള്ള ഒരു 2ാം കെട്ടുകാരനായ, അതും ആദ്യ ഭാര്യയ്ക്കൊപ്പം താമസിച്ചുകൊണ്ട് ആ ഭാര്യ കൂടിയുള്ള വീട്ടിലേക്ക് തന്നെ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന തന്നോട് അവൾക്കിപ്പോൾ തോന്നുന്ന വികാരം എന്തായിരിക്കും? ജാസ്മിൻ അരികെ ഇരിക്കുമ്പോൾ അമീൻ്റെ മനസ്സിലെ ചിന്ത അതായിരുന്നു. എന്നാൽ ജാസ്മിൻ തനിക്കരികിലുള്ളവൻ്റെ മനോവിചാരങ്ങളൊന്നും അറിഞ്ഞില്ല. അവളുടെ മനസ്സ് പലവിധ ചിന്തകളാൽ കലങ്ങി മറിഞ്ഞിരുന്നു അന്നേരം. ജാസ്മിൻ, അരികിൽ അമീൻ്റെ പതിഞ്ഞ ശബ്ദം കേട്ടതും അവൾ അവനെ പതറി നോക്കി. അവളോട് എന്തോ പറയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന അമീനെ അവൾ കുറച്ചു നേരം നോക്കി നിന്നു. എനിക്കറിയാം നിങ്ങൾ എന്താണ് പറയാൻ വരുന്നതെന്ന്. എനിക്ക് സമ്മതമാണ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഭാര്യയായി എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ. നിങ്ങളുടെ ഭാര്യ കണ്ടിഷ്ടപ്പെട്ട എൻ്റെ ഈ ശരീരം നിങ്ങൾക്കായി തരാൻ, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ, എല്ലാത്തിനും എനിക്ക് സമ്മതമാണ്. ശബ്ദമിടറാതെ അവൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞതും ഇക്കുറി പതറിപ്പോയത് അവനാണ്. ഇത്രയും ചെറിയ ഒരു പെൺകുട്ടിയിൽ നിന്ന് അത്രയും കരുത്തുള്ള വാക്കുകൾ അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളോട് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമെന്നൊരു ശങ്കയുണ്ടായിരുന്നു മനസ്സിൽ. ഇപ്പോഴതും പരിഹരിച്ചിരിക്കുന്നു. അമീൻ വീണ്ടും അവളെ നോക്കിയപ്പോൾ അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. തനിക്ക് വരുന്ന വിവാഹാലോചനകളൊന്നും നടക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരുന്ന ഉപ്പായ്ക്ക് ടെൻഷൻ കൂടി അറ്റാക്ക് വന്നതും ഓപ്പറേഷന് പണം സംഘടിപ്പിക്കാൻ നെട്ടോട്ട് ഓടിയ കുഞ്ഞാമ്മയെ അമീനിൻ്റെ ആദ്യ ഭാര്യ സമീപിച്ചതും ഓപ്പറേഷൻ നടന്നതുമെല്ലാം അവളുടെ മനസ്സിലൂടെ അന്നേരം കടന്നുപോയി. വലിയ കോടീശ്വരിയായ അവർക്ക് പ്രസവം പേടിയാണെന്ന്, അതുകാരണം സ്വന്തം ഭർത്താവിന് വേണ്ടി പ്രസവിക്കാൻ തയ്യാറുള്ള പെണ്ണിനെ അന്വേഷിച്ചിറങ്ങിയവർ കണ്ടെത്തിയത് തന്നെയും. ഒരെതിർപ്പും പറഞ്ഞില്ല ആരോടും. പറഞ്ഞത് ഒന്നു മാത്രം: ആരുടെ കൂടെ വേണമെങ്കിലും പുറത്തോളാം, എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും പെറ്റോളാം. പക്ഷെ അതെല്ലാം നടക്കണമെങ്കിൽ കൂടെ കിടക്കാൻ വരുന്നവർ 4 ആളുടെ മുൻപിൽ വെച്ച് തനിക്ക് മഹർ നൽകണം. നാളെ ആരുടെ മുൻപിലും ഒരഴിഞ്ഞാട്ടക്കാരിയായി തരം താഴ്ത്തപ്പെടാതിരിക്കാൻ തനിക്ക് അതുമാത്രമേ ആവശ്യപ്പെടാനുണ്ടായിരുന്നുള്ളൂ. ചിന്തകളിൽ മൂടപ്പെട്ട മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ ജാസ്മിൻ ശ്രമിക്കുന്നതിനിടയിൽ അമീൻ അവളിലേക്കുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. റൂമിലെ നേർത്ത വെളിച്ചത്തിൽ
തന്നിൽ ഒട്ടിയമർന്ന് കിടക്കുന്ന അമീനെ യാതൊരുവിധ വികാരങ്ങളുമില്ലാതെ ജാസ്മിൻ നോക്കിക്കിടക്കുമ്പോൾ നാളെ അവളുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്ന ജീവന്റെ തുടിപ്പ്, അവളിലൂടെയുള്ള അതിൻ്റെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം നിറഞ്ഞ സദസ്സിനു മുന്നിലിരുന്ന് തൻ്റെ മകനൊപ്പം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ്സുകാരിക്കുള്ള സമ്മാനം ഏറ്റുവാങ്ങുന്ന ജാസ്മിനെ അമീൻ ആരാധനയോടെ നോക്കിപ്പോയി. തീ പോലെ ജ്വലിക്കുന്നുണ്ട് അവളുടെ സൗന്ദര്യം ഇന്നും. വളരെ വ്യക്തവും സ്ഫുടവുമായ ശബ്ദത്തിൽ അവൾ സദസ്സിനെ നോക്കി സംസാരിക്കുമ്പോൾ അമീൻ്റെ മനസ്സിൽ തെളിഞ്ഞ അവളുടെ രൂപം ആദ്യ രാത്രിയിൽ പതർച്ചയില്ലാതെ തന്നോട് സംസാരിച്ചവളുടേതായിരുന്നു. തളർന്നു പോയില്ല അവൾ എവിടെയും, തോറ്റുകൊടുത്തതുമില്ല ആർക്കു മുൻപിലും. അവളെ രണ്ടാം തരക്കാരിയായി ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരുടെ തലയിൽ ചവിട്ടിത്തന്നെ അവൾ മുകളിലേക്ക് ഉയർന്നു. ജാസ്മിൻ്റെ മുന്നേറ്റങ്ങളിൽ അടിപതറിയ തൻ്റെ ആദ്യ ഭാര്യ ഒടുവിൽ അവളുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു. ഒന്നാം സ്ഥാനക്കാരിയായി ജാസ്മിൻ മുന്നേറിയപ്പോൾ മറ്റേവൾ പതിയെ തൻ്റെ ജീവിതത്തിൽ നിന്നും മടങ്ങിപ്പോയി. ജാസ്മിൻ്റെ ആദ്യ വിജയം. സൗന്ദര്യം കൊണ്ടും ശരീരം കൊണ്ടും തന്നെ കീഴ്പ്പെടുത്തിയിരുന്ന ജാസ്മിന് മുന്നിൽ താൻ എന്നും തോറ്റുകൊടുത്തിട്ടേ ഉള്ളൂ. വാശിയോടെ ജീവിതത്തെ സമീപിച്ചവൾക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകി അവളുടെ കൂടെ നിന്നു. ഒരിക്കൽ അവളോട് ചെയ്ത തെറ്റുതിരുത്താനെന്ന പോലെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.